ബിഗ് ബോസ് മലയാളം സീസൺ 7 നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്. നാളത്തെ പ്രൊമോയിൽ പ്രധാനമായിട്ടും കാണിച്ചിട്ടുള്ളത് ബിഗ് ബോസ് ആദ്യം തന്നെ എല്ലാവരോടും പറയുന്നത് ഇത്രയും നോമിനേഷനെല്ലാം തന്നെ കടന്ന് നിങ്ങളിവിടെ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഒരു വലിയ സപ്പോർട്ട് നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നീട് മത്സരാർത്ഥികളുടെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം തന്നെ പറയാൻ വേണ്ടിയുള്ള ഒരു അവസരം കൂടിയാണ് നാളെ കൊടുത്തിട്ടുള്ളത്. കാരണം ഇനിയുള്ള ദിവസങ്ങളെല്ലാവരും തന്നെ എല്ലാവരെയും നമുക്ക് ഡയറക്റ്റ്ലി നോമിനേഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും അനുമോൾ പറയുന്നുണ്ട് എനിക്ക് പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ആദ്യം തന്നെ പറയുന്നുണ്ട്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് തെറ്റുപറ്റിയതിനെ പറ്റി വളരെയധികം തന്നെ വിഷമത്തോടെ നിൽക്കുന്ന നെവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അനീഷ് പറയുന്നു, വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളെല്ലാവരും എൻ്റെ നാട്ടിലേക്കും വീട്ടിലേക്കും വരണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തായാലും ഈ ഒരാഴ്ച നമുക്ക് ഇനിയിപ്പം മണി ബോക്സിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആവാം നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിൻ്റെ ജേണിയും കാര്യങ്ങളൊക്കെ തന്നെ എടുത്തു കാണിക്കുന്നതൊക്കെ തന്നെയായിരിക്കും ഈ ഒരു വീക്കെൻഡ് എന്ന് പറയുന്നത്. അടുത്ത വീക്കെൻഡ് നോക്കുവാണെങ്കിൽ ഹൗസിലുള്ള മറ്റ് എക്സ് കണ്ടസ്റ്റൻസ് വരുന്നതാവാം. സോ ഇങ്ങനെയാണ് നമ്മുടെ സീസണിൻ്റെ ഗെയിം കാര്യങ്ങളൊക്കെ തന്നെ ഇനി അവസാനിച്ചു. ഇനി ആ ഒരു വിജയിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള കടമ്പ എന്ന് പറയുന്നത്. സോ ഇത്തരം കാര്യങ്ങളാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുള്ളത്. വളരെ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് ഇമോഷണൽ ആയിട്ടുള്ള ഒരു വീക്കായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത്. കാരണം അവർ ഓരോ ജേണികളെല്ലാം തന്നെ തുറന്നു കാട്ടാൻ പോകുന്ന ഒരാഴ്ചയാവാം ഇനി ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത്.